വന്ന് മുഖം കാണിച്ചു പോയ ചണ്ടനും മുണ്ടനും. വിന്ധ്യാപർവ്വത ശൃംഗത്തിൽ അഗസ്ത്യമുനി സ്വർണ്ണ തോരണങ്ങളോടുകൂടി മനോഹരവും വിശുദ്ധവുമായ ആശ്രമം നിർമ്മിച്ച് വിദർഭപുത്രിയായ ലോപമുദ്രയെ പാർപ്പിച്ച സ്ഥലത്ത് ദേവസുന്ദരിമാരെക്കാൾ മനോഹരി കന്യക വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നേരാകില്ലേ? ചണ്ടനും മുണ്ടനും നുണ പറയാൻ നാരദ മഹർഷിയെ പോലെ അങ്ങനെ വരാൻ സാധ്യതയില്ല മഹാരാജൻ. അത് പച്ച പരമാർത്ഥം തന്നെ. അവർ പറഞ്ഞ വർണ്ണനകൾ കേട്ടപ്പോ ഉർവശിയും കർണികയും ഒന്നും ആ ആശ്രമ സുന്ദരിയുടെ അടുത്ത് പോലും എത്തുന്നില്ലല്ലോ ഉദർക്ക. ഇല്ല മഹാരാജൻ, ആ കന്യകയുടെ മുഖം ചന്ദ്രനെ തോൽപ്പിക്കുന്നു, ചിഗുരഭാരം മേഘത്തെയും തൃക്കണ്ണുകൾ നേത്രാഗ്നിയെയും കണ്ഠദേശം ശംഖിനെയും കീഴ്പ്പെടുത്തുന്നുവെന്നാണ് മുണ്ടൻ പറഞ്ഞത്. മനസ്സിനെ ഇളക്കുന്ന എന്തൊരു തരം മനോഹര വർണ്ണനകൾ! ആനയുടെ മസ്തകം പോലെയുണ്ട് മുലക്കണ്ണവർണ്ണ കുജകുംഭങ്ങളെന്നാണ് ചണ്ടകൻ പറഞ്ഞത്. അങ്ങയെ തോൽപ്പിക്കാൻ കാമദേവൻ നിർമ്മിച്ച ദുർഗങ്ങൾ തന്നെയാണ് ആ ഉന്നത സ്ഥലങ്ങൾ. ഉലക്ക പോലെയുള്ള ശസ്ത്രം ധരിച്ച 18 ഭീവര ഭുജങ്ങൾ. അങ്ങയോടെതിരിടാൻ അനങ്കൻ പണിത ഗൂഢയന്ത്രമാണത്. ആ ലാവണ്യ ഗ്രഹത്തിന് കാമദേവൻ ചാർത്തിയ മുദ്രയാണ് ഗംഭീരവും ദക്ഷിണവർത്തവുമായ അവരുടെ നാഭിച്ചുഴിയെന്നല്ലേ മുണ്ടകൻ പറഞ്ഞത്? അതെ അതെ മഹാരാജൻ, രോമരഹിതവും മൃദുലവുമായ ഒരുക്കൽ, കമലോദരത്തിന്റെ കാന്തി കവരുന്ന കാലടികൾ, വെണ്ണിലെ നക്ഷത്രമാല പോലെ വിളങ്ങുന്ന അവരുടെ പാദത്തിലെ നവരട്ട മാല, അതങ്ങയ്ക്ക് വേണ്ടി ഉദയം ചെയ്ത അപ്സരസ് തന്നെ. മഹാരാജൻ, ഈ സുന്ദരി ശസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട് എന്നതാണ് അത്ഭുതമായ കാര്യം. അവൾ ആരുടെ പുത്രിയാണെന്നോ ആരാണെന്നോ അവർക്കറിയില്ലെന്നല്ലേ ചണ്ടനും മുണ്ടനും പറഞ്ഞത്? അതേ മഹാരാജാവേ, അവൾ സ്വർഗം വിട്ട് ഭൂമിയിലെത്തിയ ഒരു വിശിഷ്ട രക്തമാണെന്നാണ് അവരുടെ അവസാനത്തെ അഭിപ്രായം. നേരിട്ട് വിന്ധ്യാപർവ്വതത്തിൽ ചെന്ന് ഉചിതമായത് ചെയ്യുകയെന്നാണ് ചണ്ടകനും മുണ്ടകനും യാത്ര പറയുമ്പോൾ അവസാനമായി പറഞ്ഞത്. അതെ, ഇക്കാര്യത്തിൽ കൂടുതൽ ഒന്നും ചിന്തിക്കാനില്ല. ആ ലോകൈക സുന്ദരിയെ നമുക്ക് സ്വർഗത്തിലെത്തിക്കണം. ആ ആശ്രമ കന്യകയെ കണ്ട് അപ്സരസ് റാണിയായ ഉർവശിയുടെ അഹങ്കാരം തകർക്കണം. വേണ്ടേ ശിശുര? വേണം മഹാരാജൻ. വേണ്ടേ ഉദർക്ക? വേണം മഹാരാജൻ. എങ്കിൽ വിന്ധ്യാപർവ്വത ശൃംഗത്തിന്റെ താഴ്വാരയിൽ പോയി സൈന്യസമേതം നമുക്ക് ശിബിരം തീർത്ത് കാത്തിരിക്കാം. എന്നിട്ട് ആദ്യം ദൂതയക്കുക. അതിന് യോഗ്യനായ തന്ത്രശാലിയായ ഒരാൾ വേണ്ടേ? വേണം. അങ്ങനെ ഒരാൾ ആരാണ് നമുക്കുള്ളത്? പെരുമ്പറയുടേതുപോലെയുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നവരും ശത്രു സൈന്യങ്ങളെ നശിപ്പിക്കുന്നവരും അസുര സേനാനായകനും മയന്റെ പുത്രനുമായ ദുന്ദുഭിയെ ദൂതുമായി അയക്കാം. മതി, ദുന്ദുഭി മതി. ദുന്ദുഭി ആകാശത്തിലും ഭൂമിയിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ കേമനാണ്. ശിശുക, എത്രയും പെട്ടെന്ന് ദുന്ദുഭിയോട് നമ്മെ മുഖം കാണിക്കാൻ അറിയിക്കുക. കൽപ്പന പോലെ കയ്യോടെ എത്തിക്കാം മഹാരാജൻ. ദുന്ദുഭിയുടെ ദൗത്യം പരാജയപ്പെടുകയാണെങ്കിൽ സംശയമെന്ത്? യുദ്ധം തന്നെ. അതിനല്ലേ വിന്ധ്യാപർവ്വത സാനുക്കളിൽ നമ്മൾ സൈന്യസമേതം തമ്പടിക്കുന്നത്. അങ്ങയെ വീഴ്ത്താൻ അത്തരമൊരു സുന്ദരിയെ ശത്രുഭാഗം കൽപ്പിച്ചു കൂട്ടി വിന്ധ്യാപർവ്വത ശിബിരത്തിൽ എത്തിച്ചതാണെങ്കിലോ? പെണ്ണല്ലേ ഉദർക്ക? അംഗലാവണ്യമുള്ള പുരുഷന്റെ ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം കാണുമ്പോ തന്നെ തന്നാലെ അവരുടെ കൈകളിൽ നിന്നും ഏതു വജ്രായുധവും താഴെ വീണ് ഉദർക്ക. താഴെ വീണിരിക്കും. അതാണ് പെണ്ണ്. അടുക്കളക്കാരിയായാലും അപ്സരസായാലും ഇവിടെ ഉദർക്കന് സംശയങ്ങളും ഭയങ്ങളും അനുകമ്പകളും കൂടുതലാണ്. ഇല്ല, അവിടുത്തെ ചതിയിൽപ്പെടുത്താൻ ആരൊക്കെയോ ഗൂഢമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അടിയന് സംശയം. ശത്രുക്കൾ വേണം. ഇന്ദ്രന്റെ ചന്ദ്രഹാസകക്കം നമ്മുടെ കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ? എതിരെ വെട്ടാൻ മുന്നിലൊരു വാള് വേണ്ടേ? ദുന്ദുഭി പോയി വരട്ടെ. എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും ആയുധങ്ങൾ ഉണ്ടെങ്കിലും ആ സ്വപ്നസുന്ദരിയെ നാം സ്വന്തമാക്കും.